അടുത്ത സ്വിഫ്റ്റ് 2018 മോഡലാണ്, 56,000 കിലോമീറ്റർ ഓടിക്കണ KL13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. അതെ, VXA. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. പക്ക ചെറിയ റീപെയിന്റ് മാത്രം. 5,25,000 2018 മോഡൽ സ്വിഫ്റ്റ് VXA. 2 കൊല്ലം തന്നെ ഇതിന് വാറണ്ടി പറയാൻ അല്ലെങ്കിൽ 1 ഇയർ ആയിരിക്കും വാറണ്ടി? 2 വർഷം. 2 വർഷം വാറണ്ടി കിട്ടുന്നുണ്ടാവും. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റും? ഫുൾ ലോൺ. ലോൺ എടുക്കുന്ന ആൾക്ക് ശരിക്കും എത്ര ദിവസം കൊണ്ട് അപ്പൊ സ്പോട്ടിൽ ലോൺ? ഒരു ദിവസം കൊണ്ട് ലോൺ ആക്കാം. മാക്സിമം പോയി കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് വണ്ടി ഡെലിവറി കൊടുക്കാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് ലോൺ ആണെങ്കിൽ കൊടുക്കാൻ പറ്റും നമുക്ക്. ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് കസ്റ്റമറുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് സ്പോട്ട് അപ്രൂവൽ, പിറ്റേ ദിവസം നമുക്ക് ഡെലിവറി കൊടുക്കാം. ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ എടക്കാട് പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ഹൈവേയുടെ നേരെ ഫ്രണ്ടേജ് ആയിട്ടുള്ള മഹീന്ദ്രന്റെ ഫസ്റ്റ് ചോയ്സ് ഡീലർഷിപ്പ് ആയിട്ടുള്ള ഓട്ടോപോർട്ടിലാണ്. ഇന്ന് നമുക്ക് ഏകദേശം ഇവിടെ 135ഓളം വണ്ടികളുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡിലായിരിക്കും. ഒന്ന് മുറുക്കെ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓരോ വണ്ടികളും കണ്ടു തുടങ്ങാം. അപ്പോൾ വീഡിയോ തീരുന്ന കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തോളൂ. അപ്പം കൂടുതൽ ഒരു വണ്ടികൾ പരിചയം തുടങ്ങാം. സോ വെയിറ്റ് ടു ദ വീഡിയോ. അപ്പോൾ ആൻസ്ക കുറെ കാലത്തിന് ശേഷമുള്ള വീഡിയോ ആണ്. ഓഫർ ഓണൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും ഓണം ഓഫർ, ആനിവേഴ്സറി ഓഫർ, എല്ലാ ഓഫറും എല്ലാം കൂടി നമ്മൾ ഗംഭീരമായ ഓഫർ. ഓക്കെ, മാക്സിമം വില കുറച്ചിട്ട് വണ്ടികൾ കൊടുക്കുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഓഫർ. ഓക്കെ, കൂടാതെ ആനിവേഴ്സറി ആയിട്ട് ഒരു ഗിവ് അവേ കാർ, ഒരു കാർ ഗിവ് അവേ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഒരു സ്പിൻ വീൽ എന്ന് പറയുന്ന സംഭവം മഹീന്ദ്രന്റെ. അതെ, ഓക്കെ, ഉറപ്പായ സമ്മാനം. അപ്പൊ നമുക്ക് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടി ഉണ്ട്? ഉണ്ട്. ലോൺ കഴിഞ്ഞിട്ട് ക്യാഷ് ബാക്ക് കിട്ടുന്ന വണ്ടി ഉണ്ടോ? ക്യാഷ് ബാക്ക് നോക്കാം നമുക്ക്. ഓക്കെ, വാറന്റി കിട്ടുന്ന വണ്ടി ഇല്ലേ? ഒരുപാട് വണ്ടികളുണ്ട്. ലോ ബഡ്ജറ്റ് വണ്ടി ഇല്ലേ? ഉണ്ടല്ലോ. ഒരു വണ്ടി എടുക്കാൻ വരുന്ന ആൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. വില കുറവുണ്ട്. ബഡ്ജറ്റ് വെഹിക്കിൾ. അൻസ്ക, ഇതാണ് നമ്മളെ സ്പിൻ വീല് മഹീന്ദ്രന്റെ പറഞ്ഞത്. ഡിസ്കൗണ്ട് വെച്ചൊരു ബ്ലൂടൂത്ത് സ്പീക്കർ, സ്മാർട്ട് വാച്ച്, EV ബൈക്ക് ഒക്കെ ഉണ്ട്. EV ബൈക്ക്, സ്മാർട്ട് ഫോൺ, ട്രോളി ബാഗ്, EV ബൈക്ക് കിട്ടും, ഉറപ്പായ സമ്മാനം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വണ്ടി 2021 മോഡൽ വാഗണർ 1.2 VXA. മാനുവൽ ആണോ ഓട്ടോമാറ്റിക്? മാനുവൽ. 33,000 കിലോമീറ്റർ ഓടിക്കണം. ഓക്കെ, 2 വർഷം വാറന്റിയോട് കൂടി നമുക്ക് 5,95,000 കൊടുത്തേക്കാം. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് കാര്യങ്ങൾ ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല വണ്ടി. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി? ലോണൊക്കെ നമുക്ക് മാക്സിമം ലോൺ 95% നമുക്ക് ലോൺ ആക്കി കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ കമ്പനി വാറന്റി ഉള്ള വണ്ടിയാണോ? 21 വാറന്റി കൂടാതെ നമ്മൾ വാറന്റി. ഓക്കെ, അടുത്ത നമുക്ക് 2019 മോഡൽ ഗ്ലാൻസ വി എന്നുള്ള വേരിയന്റ് ആണ്. പെട്രോൾ ആണ്, ഫുൾ ഓപ്ഷൻ വി. അതെ, ക്വാളിറ്റി വെഹിക്കിളാ. 56,000 കിലോമീറ്റർ ഓടിക്കണം. 2019 മോഡൽ, സിംഗിൾ ഓണർ, ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നുമില്ലാത്ത നല്ല വണ്ടി. 1.2 ലിറ്റർ എഞ്ചിനാണ്. രണ്ടിന് ഏകദേശം അതിന് 15-17 കിട്ടുന്നവരെ ഇതിന് 20 വരെ 20 മുകളിലും കിട്ടുന്നുണ്ടാവും. ഗ്ലാൻസക്ക് വി എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഫുൾ ഓപ്ഷൻ ആണ്? ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ് വി എന്നുള്ളത്. EGB അല്ലേ? ഓക്കെ, വേറെ റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ക്വാളിറ്റി സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ഓണർഷിപ്പ്. 7,10,000 കൊടുത്തേക്ക്. 2 വർഷം മഹീന്ദ്ര ഫസ്റ്റ് 2 വർഷം വാറണ്ടി, 1 വർഷം റോഡ് അസിസ്റ്റന്റ് ഇൻക്ലൂഡ് ആയിട്ട് നമുക്ക് 7,10,000 മാക്സിമം ലോൺ. വണ്ടി ടൈറ്റ് ആയിട്ട് പാർക്ക് ചെയ്യുന്നതിനെ കൊണ്ടാണ് എല്ലാ സൈഡും കാണിക്കാൻ പറ്റുന്നത്. 24 മോഡൽ ഓടാൻ മറന്നു പോയ വണ്ടി. 24 മോഡലോ? അതെ, 800 കിലോമീറ്റർ ഓടിക്കുന്ന ട്രൈബർ. അല്ല, നമ്മളിപ്പോ 2024 അതെ, ഒരു നിസ്സാര മാസങ്ങൾ പഴക്കമുള്ള. എന്താ കൊടുത്ത്? ഇത് അവർക്ക് വേണ്ടത് മാനുവലാ വേണ്ടേ? ഓട്ടോമാറ്റിക്കാ കിട്ടി. ഓട്ടോമാറ്റിക് ഡ്രൈവർ ഓട്ടോമാറ്റിക്. 800 കിലോമീറ്റർ ഓടിക്കണം. ഓക്കെ, പുതിയ വണ്ടിയിൽ എത്ര വ്യത്യാസമുണ്ട്? ഒരു 2.5 ലക്ഷം വ്യത്യാസം വരില്ലേ? വരും. ഓപ്പൺ ചെയ്യാനില്ല. 24 മോഡല്, സീറ്റ് കവർ പൊട്ടിക്കാത്ത, 800 കിലോമീറ്റർ ഓടിക്കണം. ക്വാളിറ്റി ഉണ്ട്. സെൻട്രൽ ലോക്ക് ആയി പോയതാ. ഓപ്പൺ ആക്കണേ ഓപ്പൺ ആക്കാം. ഓക്കെ, കുഴപ്പമില്ല. ലോക്കാണ്. 8,10,000. ഓ, വേരിയന്റ് ടോപ്പന്റെ RXZ. ടോപ്പന്റെ RXZ അത് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി 800 കിലോമീറ്റർ ഓടിക്കണം വണ്ടി. ഒന്നും കുറ്റങ്ങളും കുറവുകളും ഒന്നും പറയാനില്ല. ഒന്നുമില്ല. പുതിയ വണ്ടിനേക്കാൾ 2.5 ലക്ഷം രൂപ കുറവുണ്ടാവും. കുറച്ച് കൊടുക്കാം. റേറ്റ് എത്രയാക്കുന്നത്? 8,10,000 കൊടുക്കാം. 8/10 2024 ട്രൈബർ വെറും 800 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക്. ഇതിന് RC ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. RC വരുന്നുള്ളൂ പോസ്റ്റല്. ഓക്കെ, അപ്പൊ ലോണ് ചെയ്യാൻ പറ്റും? ലോണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് 2021 മോഡൽ കൈകറാണ്. 25,000 കിലോമീറ്റർ ഓടിക്കണ മാനുവൽ. ഇത് വേരിയന്റ് ഏതാ വരുന്നത്? ഇത് RXE ആണ്. RXL ആണ്. RXL മിഡിൽ ഓപ്ഷൻ ആണ്. സാധാ പെട്രോൾ അല്ലേ? ടർബോ പെട്രോൾ ഒന്നല്ലല്ലോ? അല്ലല്ല, സാധാ പെട്രോൾ മാനുവൽ ആണ്. 15-17 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അതെ, മാക്സിമം ഫുൾ ഓൺ കൊടുക്കാം. 5,60,000 ഫുൾ ഓൺ. 2021 വണ്ടി, 21 മോഡൽ, ഒരു പ്രീമിയം വണ്ടി. 5,60,000 കൊടുക്കാം. എൻട്രി ലെവൽ. അതെ, എൻട്രി ലെവൽ. ചെറിയൊരു XUV. അടുത്ത 2018 മോഡലാണ്. 82,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർഷിപ്പ് ക്രെട്ട SX പെട്രോൾ. SX ഓപ്ഷൻ ഉണ്ടോ? അല്ലെ SX ആണോ? SX ഓപ്ഷൻ. SX ഓപ്ഷൻ പുഷ് ബട്ടണും സൺറൂഫ് ഇല്ല. സൺറൂഫ് ഇല്ല.
2 എയർ ബാഗ് ആണോ 4 എയർ ബാഗ് ആണോ? ഇത് 2 എയർ ബാഗ്. അപ്പൊ SX വരും. SX ഉള്ളൂ. കീ സ്റ്റാർട്ട് ആണോ? കീ സ്റ്റാർട്ട് അല്ല, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന SX. ആഫ്റ്റർ മാർക്കറ്റ് ആൽപൈന്റെ ആഫ്റ്റർ മാർക്കറ്റ് LOS കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ. പെട്രോളിൽ ഇത് 1.6 വന്നിട്ടുണ്ട്, 1.4 ഉണ്ട്. ഇത് 6 അല്ലേ? 1.6 ആ? അതെ. 1.6 ഫേസ് ലിഫ്റ്റ് വരുന്ന 2018 മോഡൽ. റേറ്റ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 7,50,000 രൂപയ്ക്ക് ഫുള്ളോ 750 ഫുൾ ഓൺ തന്നെ കിട്ടുന്നുണ്ട്. അടുത്തൊരു ടെർബോ, താനിപ്പോ ചോദിച്ച ടെർബോ പെട്രോൾ മാഗ്നറ്റ്, നിസാൻ മാഗ്നൈറ്റ്, നമ്മളെ കൈഗറിന്റെ കുഞ്ഞിൻ. 2021 മോഡലാണ്. 12,000 കിലോമീറ്റർ ഓടിയേക്കണ നിസാൻ മാഗ്നറ്റ് ടെർബോ. ടർബോ പെട്രോൾ 1 ലിറ്റർ ആണ്. ഏകദേശം 15-17 റേഞ്ചിൽ ഇതിന് മൈലേജ് കിട്ടുന്നുണ്ടാവും. കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടുന്നുണ്ടാവും മാത്രം. അതെ. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. 2 വർഷം വാറന്റിയോട് കൂടി നമുക്ക് 6,50,000 രൂപ കൊടുക്കാം. ഇത് വേരിയന്റ് ഏതായിരുന്നു? ഇത് 6XL. ബാക്ക് സെൻസേഴ്സ് ഉണ്ട്, ബാക്ക് വൈപ്പർ ഉണ്ട്. അതെ. LOS ഇല്ല. 12,000 കിലോമീറ്റർ, ലോ കിലോമീറ്റർ വണ്ടി. ഓക്കെ. നിലവിൽ എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. വാറന്റി ഉൾപ്പെടെ കിട്ടുന്നുണ്ടോ? ഉള്ളതെല്ലാം ഫസ്റ്റ് സേറ്റ് എടുത്തോളൂ. 2 വർഷം വാറന്റിയോട് കൂടി നമുക്ക് 6,50,000 രൂപ കൊടുക്കാം. 6,50,000. അടുത്തത് വാഗണർ. അടുത്ത 2018 മോഡലാണ്. 27,000 കിലോമീറ്റർ ഓടിയേക്കണ വാഗണർ VXI ഓട്ടോമാറ്റിക്. ആകെ 27,000 കിലോമീറ്റർ. മാനുവൽ അല്ലേ? ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്. 4,60,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് മാക്സിമം ലോൺ. 4,000 റേഞ്ചിൽ എന്തായാലും കിട്ടൂലേ? 4,000 അതിന് ലോണ് കിട്ടും. ഓക്കെ. വേറെ റീപ്ലേസും കാര്യങ്ങളും ഒന്നുമില്ല. എടുക്കുന്ന ആൾക്ക് വേറെ വർക്കൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. റീപ്ലേസും ഇല്ല. അടുത്ത് ഇത് 2016 മോഡലാണ്. ബെലേനോ 90,000 കിലോമീറ്റർ ഓടിക്കുന്ന ആൽഫ ബെലേനോ. സിംഗിൾ ഓണർഷിപ്പ്. ആൽഫ എന്നുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി. പവർ വിൻഡോ, എയർ ബാഗ്, ABS എല്ലാം വരുന്നത്. 90,000 കിലോമീറ്റർ ഓടിക്കുന്ന ഫുൾ ഓൺ വണ്ടി. 5,40,000 രൂപയ്ക്ക്. 2016. അതെ. ഓണർഷിപ്പ് എത്രയുണ്ട്? സിംഗിൾ ഓണർഷിപ്പ്. കമ്പനി ഹിസ്റ്ററി ഒക്കെയാണ്. എല്ലാം ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല. എടുക്കുന്ന എന്തായാലും 18-20 റേഞ്ചിൽ അതിന് മുകളിലേക്ക് ആയിട്ട് യൂസർ കൊടുക്കാൻ മൈലേജ് കിട്ടുന്നുണ്ടോ? അടുത്ത 2014 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. 71,000 കിലോമീറ്റർ ഓടിക്കുന്ന സ്വിഫ്റ്റ് VXI. സ്വിഫ്റ്റ് VXI പെട്രോൾ ആണ്. പെട്രോൾ. 4,10,000 രൂപയ്ക്ക്. 4,10,000 2014 മോഡൽ. ഓക്കെ. കിലോമീറ്റർ 71 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. അടുത്ത 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട്. പോളോ ഏതാ? 2016 മോഡലാണ്. വെറും 24,000 കിലോമീറ്റർ ഓടിക്കുന്നത്. ഹൈലൈൻ അല്ലേ ഇത്? അതെ. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ. 24,000 കിലോമീറ്റർ ഓടിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ്. 2016 മോഡൽ പോളോയാണ്. ഇത് 16 1.2 ഉണ്ട്, 1 ഉണ്ട്. 1.2 അല്ലേ ഇത്? 1.2. 5,80,000 രൂപയ്ക്ക്. 2016 മോഡൽ. വെറും 24,000 കിലോമീറ്റർ ഓടിക്കുന്ന പോളോ. ലോ കിലോമീറ്റർ ആണല്ലേ? ഹൈലൈൻ പോളോ ആണ്. ലോണൊക്കെ എന്തായാലും എത്ര കിട്ടുന്നത്? മാക്സിമം ലോൺ ആക്കി കൊടുക്കാം നമുക്ക്. ഓക്കെ. വാറന്റി കിട്ടുന്നുണ്ടാവും? വാറന്റി 2016 ആയതുകൊണ്ട് വാറന്റി ഇല്ല. 17 മുകളിലേക്ക് വാറന്റി ഇല്ല. 18 മുകളിലേക്ക്. 18 മുകളിൽ വാറന്റി ഉണ്ട്. 18 മുകളിലേക്ക് നമുക്ക് 2 വർഷം വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 17 നമുക്ക് 1 വർഷം. ഓക്കെ. പെട്രോൾ പോളോ ആണ്. 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നത്. KUV 100. 2017 മോഡലാണ്. KUV സെക്കൻഡ് ഓണർഷിപ്പ്. 53,000 കിലോമീറ്റർ ഓടിയേക്കും. ഇത് എംഫാൽക്കൺ എഞ്ചിന്റെ അകത്ത് പെട്രോളും ഉണ്ട്, ഡീസലും ഉണ്ട്. പെട്രോൾ ആണ്. 13-15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. 3,20,000 ഇത് 6 സീറ്റർ ഫുൾ ഓൺ. ഓക്കെ. 3,20,000 രൂപ കൊടുക്കാം. 3,20,000 അല്ലേ? അതെ. ഇത് മെയിനായിട്ട് നടുവേദന ഉള്ള ആൾക്കാർക്ക് പറ്റുന്ന വണ്ടികളിൽ ഒന്നാണിത്. പിന്നെ എക്സ്പ്രസ് ആണ്. ഇത് 18 മോഡൽ സെലേരിയോ VXI ആണ്. ഇതിനകത്ത് CNG കൂടി ഇൻക്ലൂഡ് ആണ്. ആഹാ. നോർമലി 15-17 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന സമയത്ത് അതിലുപരി CNG കൂടി മൈലേജ് 25 റെഡിയാ. അതെ. 25 മുകളിലേക്ക് നോക്കിയാൽ മതി. 93,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. നമുക്ക് 2 വർഷം. ഇത് ZXi ആണോ? സെലേറിയോ X ZXi ആ? X എന്ന് പറഞ്ഞ വേരിയല്ല. ZXiന്റെ ബാഡ്ജിങ് കാണുന്നുണ്ട് ബാക്കിൽ. അതെ. സ്റ്റിയറിംഗ് കൺട്രോൾസും എയർ ബാഗും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ്. ZXi തന്നെ X എന്ന് പറഞ്ഞൊരു കുറച്ച് വണ്ടി ഇറങ്ങിയതാണല്ലോ. ഓക്കെ. ലിമിറ്റഡ് എഡിഷൻ ആണ്. അതെ. ഇത് റേറ്റ് എങ്ങനെ വരുന്നത്? 2018 വണ്ടിക്ക് 4,20,000 2 വർഷം വാറന്റിയോട് കൂടിയാണ്. ഹിസ്റ്ററി എല്ലാം ഉണ്ട്. വാറന്റി ഫുൾ ഓൺ. ഓക്കെ. ഇത് 2022 മോഡലാണ്. 14,000 കിലോമീറ്റർ ഓടിക്കുന്ന XZ+ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. 14,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ്. XZ+ ഉണ്ട്, XZ ഉണ്ട്. XZ+ ഓട്ടോമാറ്റിക്. 17,000 കിലോമീറ്റർ. 14,000 കിലോമീറ്റർ കൂട്ടണ്ട. 14,000 കിലോമീറ്റർ ഓടിക്കുന്ന ടിയാഗോ. 2 വർഷം വാറന്റിയോട് കൂടി നമുക്ക് 6,50,000 രൂപ കൊടുത്തേക്കാം. 6,50,000 കിട്ടുന്നുണ്ടാവും. അതെ.
പുതിയ വണ്ടിക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന നേരം 9,500 അടുത്ത് അതിൽ കുറച്ച് നമുക്ക് കൊടുക്കാമല്ലോ. ഓ പിന്നെ ഹാർമന്റെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ടാവും, ബാക്ക് സെൻസേഴ്സ്, ഡിഫോഗർ, നല്ല വണ്ടി, quality വണ്ടി. ബാഗ് എല്ലാം ഉണ്ടാവും. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, LX ഉൾപ്പെടെ. അതെ. സ്വിഫ്റ്റ് 2018 മോഡൽ 20,000 കിലോമീറ്റർ ഓടിക്കണ സ്വിഫ്റ്റ് 20,000 ഓടിയിട്ടുള്ളൂ. VXA ഓട്ടോമാറ്റിക് ആകെ 20,000 ഓടിയിട്ടുള്ളൂ. 20,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ്. AMT അല്ലേ? MT 6,60,60,000 രൂപയ്ക്ക് 2 വർഷം വാറന്റിയോട് കൂടി. ഡ്യുവൽ എയർ ബാഗും പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC വരുന്നില്ല, VXA വരുന്നേരം. LOS വരുന്നുണ്ട്. അൻസ്ക, ഈ 20,000 കിലോമീറ്റർ ഓടിയ വണ്ടി എന്ന് പറയുന്നത് പക്ക കിലോമീറ്റർ, ഒറിജിനൽ കിലോമീറ്റർ, സർവീസ് ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള വണ്ടി. അങ്ങോട്ടേക്കുള്ള എന്ത് കുറ്റങ്ങൾക്കും മഹീന്ദ്ര ഫാസ്റ്റ് തരുന്നത് 2 വർഷം വാറണ്ടി. ഓക്കെ. അടുത്ത നമുക്ക് 2014 മോഡൽ സ്വിഫ്റ്റ് ZXi 43,000 കിലോമീറ്റർ ഓടിക്കുന്ന മാനുവൽ പെട്രോൾ ആണ്. പെട്രോൾ ZXi എന്നുള്ള അന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡ്യുവൽ എയർ ബാഗ്, കമ്പനി LOS, ബാക്ക് വൈപ്പർ, ബാക്ക് സെൻസേഴ്സ്, ഡിഫോഗർ. അതെ. 4,40,000 രൂപ കൊടുക്കാം. 4,40,000 2014 14 മോഡൽ 43,000 കിലോമീറ്റർ ഓടിക്കണം. ഓക്കെ. അടുത്ത എക്സ്പ്രസോ 2021 മോഡൽ 21,000 കിലോമീറ്റർ ഓടിക്കണം. VXA പ്ലസ് സിംഗിൾ ഓണർഷിപ്പ്. VXA പ്ലസ് എന്നുള്ളത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. K സീരീസ് പെട്രോൾ. നമ്മളെ മൈലേജ് വരുന്നത് ഏകദേശം 15-ന് വാഗണറിൽ വരുന്ന സെയിം എഞ്ചിനാണ്. 2 വർഷം വാറന്റിയോട് കൂടി നമുക്ക് 4,30,000 രൂപ കൊടുത്തേക്കാം. ഇത് VXA പ്ലസ് ഉണ്ടോ? VXA ഡ്യുവൽ എയർ ബാഗ് ഉണ്ട്, പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങളെ വരുന്നുള്ളൂ. അതെ, ഒരു ടച്ച് സ്ക്രീൻ വ്യത്യാസമുണ്ട്, ബാക്കി ഫീച്ചേഴ്സ് സെയിം ആണ്. ഇതിനകത്ത് റേറ്റ് തരുന്ന 4,30,000 രൂപ 2 വർഷം വാറന്റിയോട് കൂടി. 2021 എക്സ്പ്രസോ അല്ലേ? അതെ. 16 മോഡൽ സിയാസ് ആണ്. 53,000 കിലോമീറ്റർ ഓടിക്കണം. പെട്രോൾ ആണോ? പെട്രോൾ ആൽഫ. പെട്രോൾ ആൽഫ 16 നെറ്റ്സ് വരുന്നുള്ളൂ. അപ്പോ ആൽഫ വരിക ZXi ഏതാ? ZXi ആൽഫ എന്ന സാധനം, പക്ഷേ വ്യത്യാസം എന്താ വെച്ചാൽ നെറ്റ്സ് വരുന്നുള്ളൂ. ആ സമയത്ത് അതെ, അതിനുശേഷമാണ് നെറ്റ്സിലേക്ക് വരുന്നത്. നെറ്റ്സ് അറിയുന്ന 2 ബ്രാൻഡാണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ അത് ഡ്യുവൽ എയർ ബാഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്. അതെ, മുതൽ ഒരു 6 ലക്ഷം രൂപ കൊടുത്തേ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ക്വാളിറ്റി വണ്ടിയാണ്. 2016 ZXi 16 മോഡൽ ZXi. സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ് നല്ല വണ്ടി. ഈ പറഞ്ഞ വണ്ടികൾക്കൊന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഫുള്ള് പക്ക വണ്ടി. റീപ്ലേസ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പറയാലോ. ഓ ആയിക്കോട്ടെ. ഫുള്ള് പക്ക ക്വാളിറ്റി വണ്ടികളാണ്. 2017 മോഡൽ അമേസ് 4,90,000 രൂപയ്ക്ക് ഡീസൽ അമേസ് ഫുൾ ഓൺ. 96,000 കിലോമീറ്റർ ഓടിയേക്കണ അമേസ് സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. ഇത് വേരിയന്റ് വരുന്നത് ESV S അല്ലേ? ഒന്ന് നോക്കിക്കോളൂ. അമേസ് SMT ആണ്. അതെ. എയർ ബാഗ് വരുന്നുണ്ടാവും, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും, അതേപോലെ തന്നെ ബാക്ക് സെൻസേഴ്സ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ഇത്രയ്ക്കായിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവും. അത്യാവശ്യം നല്ല ടയർ കാണുന്നുണ്ട്. 20ന്റെ പുറത്ത് 25 വരെയൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. ലോൺ വേണ്ടവർക്ക് ഫുൾ ലോൺ കിട്ടുന്നുണ്ട്. ഫുൾ ലോൺ കൊടുക്കാൻ വേണ്ടി പറ്റും. ന്യൂ ഷേപ്പ് ആണ്. അതെ. വേറെ വാറന്റി ഒക്കെ ഉണ്ടാവില്ലേ? വാറന്റി ഇല്ല. 17 അതിനെ കൊണ്ട 18 മോഡൽ വാറന്റി ഓടാൻ മറന്നുപോയി. 2022 മോഡൽ 4,000 കിലോമീറ്റർ ഓടിയേക്കണം. KL10 മലപ്പുറം സിംഗിൾ ഓണർഷിപ്പ് 4,000 കിലോമീറ്റർ. 2 ഡോറാണ് താൻ ചോദിച്ച റീപ്ലേസ്മെന്റ് ഉള്ളത്. കമ്പനി ഹിസ്റ്ററി തന്നെ ഉണ്ട്. വെറും 4,000 കിലോമീറ്റർ ഓടി. ഏത് ഡോറാണ്? ഈ ഡോർ ലെഫ്റ്റ് സൈഡിലുള്ള ഡോറാ? അതെ. അത് 2 വർഷം വാറന്റിയോട് കൂടി നമുക്ക് 4,30,000 രൂപ ഫുൾ ഓൺ. ഓക്കെ. 22 മോഡൽ VXA 4,000 കിലോമീറ്റർ ഓടിക്കണം. ഈ ഡോർ മാത്രം റീപ്ലേസ്. ഓക്കെ. ഡോറിന്റെ ഗ്ലാസ് ഇല്ല, ഡോർ ഫ്രെയിം മാത്രം. ക്ലെയിം ആയിരിക്കും അല്ലേ? ക്ലെയിം ചെയ്ത്. ക്രാൻസ് അതെ ക്ലെയിം ചെയ്തായിരിക്കും. വേറെ അപാകതകൾ ഒന്നുമില്ല. ഒന്ന് എഞ്ചിൻ റൂം തുറന്നു നോക്കിയാൽ നമുക്ക് പിന്നെന്താ 4,000 ഓടി വണ്ടിയല്ലേ, കാണാൻ മാത്രം ഉണ്ടാവും. സർവീസ് എല്ലാം മക്കിയല്ല. ഷോറൂമിൽ സ്ക്രാച്ച് ആയിട്ട് പോയി കഴിഞ്ഞാലും അവർക്ക് റീപ്ലേസ് ഉള്ളൂ, റിപ്പയറിംഗ് ഇല്ല. അതുകൊണ്ട് ഓക്കെ പക്ക. അടുത്ത 2023 മോഡലാണ്. 26,000 കിലോമീറ്റർ ഓടിക്കുന്ന കേട്ടൻ VXA പ്ലസ് ആണ്. ന്യൂ ഷേപ്പിൽ വരുന്ന ഓൾട്ടോ കേട്ടൻ. അതെ, ഓൾട്ടോ കേട്ടൻ 26,000 കിലോമീറ്റർ ഓടിക്കുന്ന VXA പ്ലസ് ആണ്. 4 ടയർ അത്യാവശ്യം നല്ലപോലെ കാണുന്നുണ്ട്. അതെ. KL60 കാഞ്ഞങ്ങാട്. 2 വർഷം വാറന്റിയോട് കൂടി നമുക്ക് 4,70,000 രൂപ കൊടുക്കാം. ഇത് സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. എല്ലാ ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇതിന് റീപ്ലേസ് ഒന്നുമില്ല. റേറ്റ് 4,70,000 2 വർഷം വാറന്റിയോട് കൂടി. ഫുൾ ഓൺ തന്നെ പറയാൻ പറ്റും. ഫുൾ ഓൺ. ഓക്കെ. അടുത്ത നമുക്കിത് 2020 മോഡൽ സ്വിഫ്റ്റ് ZXi. ഇത് മഞ്ഞ ബോർഡ് ഓട്ടോ ബോർഡിന്റെ ബോർഡ് വെച്ചതാ. ടാക്സി അല്ല. 2020 മോഡലാണ്. 65,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ്. 2 വർഷം വാറന്റിയോട് കൂടി നമുക്ക് 6,50,000 രൂപ കൊടുക്കാം. 650. അതെ. കിലോമീറ്റർ 65 ഓടിയിട്ടുണ്ട്. അതെ.
ഇത് ZXA അത് ZXA പോലീസ് സ്റ്റേഷനിൽ ഒന്നും നടക്കണ്ടല്ലോ. ഓട്ടെ, ZXA എന്നുള്ളത് അന്ന് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇപ്പൊ ഏകദേശം 10 അടുത്ത് തന്നെ ZXAക്ക് റേറ്റ് വരുന്നുണ്ട്. 9-10 റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട്. ഇതിന് ലോണൊക്കെ എത്ര പറയാൻ പറ്റുക? മാക്സിമം ലോൺ. ഓക്കെ, അടുത്ത 2015 മോഡലാണ്, 70,000 കിലോമീറ്റർ ഓടിക്കുന്ന സ്വിഫ്റ്റ് VXA. മിഡിൽ ഓപ്ഷൻ ആണ്. അതെ, പെട്രോളിൽ ഏകദേശം 15 റേഞ്ചിൽ 4,40,000 കൊടുക്കാം. 2015 മോഡൽ സ്വിഫ്റ്റ് VXA 70,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി. ഇതിൽ VXI ഓപ്ഷൻ ആണോ അത് വരുന്നത്? കാരണം ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. അതെ, സാധാരണ VXI ബാക്ക് സെൻസേഴ്സ് വരാത്താണ്. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. എടുക്കുന്നവർക്ക് വേറെ വർക്കൊന്നുമില്ല. ഇല്ല, വാറന്റി ഇല്ലാത്ത വണ്ടിയാണ്. 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്, ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല, സർവീസ് ഹിസ്റ്ററി ഉണ്ട്. അടുത്ത വാഗണർ 2019 മോഡലാണ്, 23,000 കിലോമീറ്റർ ഓടിക്കുന്ന വാഗണർ VXI. 1 ലിറ്റർ ആണോ 1.2 ആണോ? 1 ലിറ്റർ. 1 ലിറ്റർ ആണ്. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 3 സിലിണ്ടർ എഞ്ചിനിലേക്ക് വരുന്ന ബാക്ക് സെൻസേഴ്സ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോസ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ എന്നുള്ളതായിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. അനസ്ക കിലോമീറ്റർ എത്ര? ഇത് 23,000 കിലോമീറ്റർ ഓടിക്കണം. 23,000 കൂടി നമുക്ക് 5 ലക്ഷം രൂപ കൊടുക്കാം. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, റേറ്റ് എത്ര? 5 ലക്ഷം രൂപ കൊടുക്കാം. ഓക്കെ, 23 ഓടിയിട്ടുള്ളൂ. അതെ, KL 58 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ. അല്ല, തലശ്ശേരി. അടുത്ത നമുക്ക് 2020 മോഡൽ 58,000 കിലോമീറ്റർ ഓടിക്കുന്ന വാഗണർ VXA ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഇത് AGS ആണോ അല്ലെങ്കിൽ AGS അല്ലേ? AGS ആണോ? ഓക്കെ, വണ്ടി ലോക്ക്ഡ് ആണ്. കിലോമീറ്റർ എത്ര ഓടിക്കണം? ഇത് 58,000 കിലോമീറ്റർ ഓടിക്കുന്ന 2020 മോഡൽ. മൈലേജ് ഏകദേശം ഒരു 15-ന്റെ അടുത്ത് തന്നെ കിട്ടുന്നുണ്ടാവും. VXIലല്ലേ ഓട്ടോമാറ്റിക് വരുന്നത്? അതെ. എടുക്കുന്നവർക്ക് ഇപ്പം വാറന്റി ഉൾപ്പെടെ അല്ലേ വണ്ടി കിട്ടുന്നത്? 2 വർഷം വാറന്റിയോട് കൂടി നമുക്ക് 5,50,000 രൂപ കൊടുക്കാം. 5,50,000. അതെ. ഓക്കെ, പിന്നെ അടുത്ത ഈ സ്വിഫ്റ്റ്, അടുത്ത ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് 2019 മോഡൽ 32,000 കിലോമീറ്റർ ഓടിക്കണം. 2019 ഓട്ടോമാറ്റിക് അല്ലേ? അതെ. വണ്ടി അടുപ്പിച്ച് പാർക്ക് ചെയ്തതിനെ കൊണ്ടാണ് വണ്ടി വരെ കാണാൻ പറ്റാത്തത്. ഫോട്ടോസ് കാറ്റലോഗിന്റെ അകത്തൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് ഒക്കെ കിട്ടും. കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എല്ലാ ടീമിനെയും വിളിച്ചാൽ, എക്സിക്യൂട്ടീവ് എല്ലാവരെയും വിളിച്ചാൽ കറക്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും. ഇപ്പൊ നിലവിൽ ഇപ്പൊ എത്ര സ്റ്റാഫ് ഉണ്ട്? വിളിച്ചാൽ കിട്ടില്ല എന്നുള്ള കംപ്ലൈന്റ് പറയാ? അല്ല, അതിന് സ്റ്റാഫിന് നമ്മൾ എണ്ണം കൂട്ടിയല്ലോ, 20ഓളം സ്റ്റാഫായി. കറക്റ്റ് പാർക്കിംഗ് ഉള്ളൂ. ഇഞ്ചോടിഞ്ച് പോരാട്ടാണ്. 2 വർഷം വാറന്റിയോട് കൂടി നമുക്ക് 2019 മോഡൽ 6,70,000 രൂപ കൊടുക്കാം. 6,70,000. അതെ. ലോണൊക്കെ എത്ര പറയാം? ലോണൊക്കെ മാക്സിമം ലോൺ ആക്കി കൊടുക്കാം. 32,000 കിലോമീറ്റർ ഓടിക്കണം. നമ്മള് മാക്സിമം ലോൺ അല്ലെ ഫുൾ ലോൺ എന്നൊക്കെ പറയുന്ന സമയത്ത് കറക്റ്റ് കസ്റ്റമർ പ്രൊഫൈൽ, കറക്റ്റ് അത്യാവശ്യം നല്ല സിവിൽ സ്കോർ, നല്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ലോൺ അടവ് തെറ്റിയിട്ടുണ്ടാവും. അതെ, അങ്ങനത്തെ നല്ല നമ്മൾ ഫുൾ ലോൺ എന്നൊക്കെ പറയണത് കസ്റ്റമറുടെ ഓർമ്മ ഫ്രീ കിട്ടണതല്ലോ. കസ്റ്റമറെ കറക്റ്റ് വ്യക്തിത്വം കറക്റ്റ് ആണെങ്കിൽ, നല്ല ട്രാക്ക് ഉണ്ട്, നല്ല സിവിൽ സ്കോർ ഒക്കെ ഉണ്ട്, ലോൺ എടുത്തവരെ മൊത്തം അടച്ചു തീർത്തൊരു വ്യക്തിയാണെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന ഒരു ലോണൊക്കെ നമുക്ക് സ്പോട്ടിൽ നമുക്ക് മാക്സിമം ലോൺ അപ്രൂവൽ ആക്കി കൊടുക്കാം. സ്പോട്ട് അപ്രൂവൽ, ഡോക്യുമെന്റ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ സ്പോട്ട് അപ്രൂവൽ. ഓക്കെ, അപ്പൊ വണ്ടി എടുക്കുന്ന ലോണിൽ വണ്ടി എടുക്കുന്നതിന് മുമ്പ് കറക്റ്റ് കസ്റ്റമർ, എല്ലാ കസ്റ്റമറും ഇവിടുത്തെ എല്ലാ എക്സിക്യൂട്ടീവിനെ വിളിച്ച് കറക്റ്റ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതിയല്ലോ. പൈസ കൊടുത്ത് വാങ്ങുന്ന ആൾക്കാർ അതിന് മുമ്പേ വന്ന് ഇവിടെ ചോദിച്ച് മനസ്സിലാക്കിയാൽ അതിന്റെ കറക്റ്റ് വ്യക്തത, വർഷോപ്പാറെ കൂട്ടി വേണ്ടി വണ്ടി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആരും അതിന്റെ ഇടയിൽ പിന്നെ കമന്റ് ചെയ്തേണ്ട കാര്യമില്ല. ആരൊക്കെ ഉപയോഗിച്ച വണ്ടികൾ നമ്മളാൽ അറിയുന്ന കുട്ടികൾ നമ്മൾ എന്തായാലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലുപരി അങ്ങോട്ടേക്കുള്ള വണ്ടികൾക്ക് 2 വർഷം വാറന്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ളിൽ വരുന്ന കുറ്റങ്ങളും കുറവുകൾ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം വരുക. ഓക്കെ, ഇനി വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? ചോദിക്കുന്ന ആൾക്ക് ശരിക്കും എത്ര ദിവസം കൊണ്ട് സ്പോട്ടിൽ ലോൺ? 1 ദിവസം കൊണ്ട് ലോൺ ആക്കാം. മാക്സിമം പോയി കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് വണ്ടി ഡെലിവറി കൊടുക്കും. ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് കസ്റ്റമറുടെ കയ്യിലുണ്ടെങ്കിൽ 1 ദിവസം കൊണ്ട് സ്പോട്ട് അപ്രൂവൽ, പിറ്റേ ദിവസം നമുക്ക് ഡെലിവറി കൊടുക്കാം. മാക്സിമം പോയി കഴിഞ്ഞാൽ 3 days ഡെലിവറി ഓർഡറിന് പുറത്ത് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കും. ഓക്കെ, അടുത്തത് ഇത് 2018 മോഡലാണ്, 49,000 കിലോമീറ്റർ ഓടിക്കുന്ന K2 KUV. 2018 മോഡൽ KUV 49,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഇത് എംഫാൽക്കൺ എഞ്ചിൻ തന്നെയാണ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഇത് പെട്രോൾ. 2 വർഷം വാറന്റിയോട് കൂടി 3,70,000 രൂപ കൊടുക്കാം. 3,70,000 ലോൺ. 2018 മോഡൽ ക്വാളിറ്റി വെഹിക്കിൾ. ഇത് K2 ആണോ? K2 ആണ്. പക്ഷേ 4 പവർ വിൻഡോസ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. 6 സീറ്റർ. ഓക്കെ, മുന്നേ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക് വേദന, ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല സീറ്റിംഗ് പൊസിഷൻ കൊടുക്കുന്ന ഒരു 6 സീറ്റർ വണ്ടി, വലിയൊരു ഫാമിലിക്ക് ചെറിയ വണ്ടി. അതെ. ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടോ? ഫുൾ ലോൺ. ഓക്കെ, മഹീന്ദ്രന്റെ വണ്ടിയാണ്. 2 വർഷം വാറന്റിയോട് കൂടി നമുക്ക് 3,45 ലക്ഷം രൂപ കൊടുക്കാം. അടുത്തത് 2012 മോഡൽ വരണ SX 1.6 SX വരണ ഫ്ലൂയിഡ് കിലോമീറ്റർ. ഇത് SX ആണോ? SX ഓപ്ഷൻ ഉണ്ടോ? SX ഉള്ളൂ. അതെ.
വണ്ടി നിലവിൽ ലോക്ക്ഡ് ആണ്. അതെ. SX ആണ്, ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഓട്ടോമാറ്റിക് AC, കമ്പനി എല്ലോയ്സ് ആണ് വരേണ്ടത്. പക്ഷേ ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. റീപ്ലേസ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 3,50,000 രൂപ കൊടുക്കാം. 2012 പറഞ്ഞാൽ അത്ര തന്നെ ലോൺ കയറല്ലോ. കൊടുക്കാം. ഫോക്സ്വാഗന്റെ വെന്റോ 2017 മോഡലാണ്. 61,000 കിലോമീറ്റർ ഓടിക്കുന്ന ഹൈലൈൻ വെന്റോ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസലിൽ DSG ട്രാൻസ്മിഷൻ ആയിരിക്കും വരുന്നുണ്ടാവും. 61,000 കിലോമീറ്റർ ഓടിക്കുന്ന വെന്റോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. 15-18 മൈലേജ് കിട്ടുന്നുണ്ടാവും. ഹൈലൈൻ അതിനെ കൊണ്ട് ഇതെല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എല്ലോയ്സ് മുതൽ ബാക്ക് സെൻസേഴ്സും ഡിഫോഗറും വരെ. അനസ്കത് കിലോമീറ്റർ 61,000 എന്നുള്ള ജെന്യൂൻ അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല, ഫ്ലഡ് ഇല്ല. ഓക്കെ. 7,30,000 രൂപ കൊടുക്കാം നമുക്ക്. ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റും? മാക്സിമം ലോൺ കൊടുക്കാം. മാക്സിമം ലോണിലാണ് വരുന്നത്. എടുക്കുന്ന ആൾക്ക് ഇപ്പോൾ വാറന്റി കിട്ടും 17 മോഡലിന്? ഇല്ല. പക്ഷേ വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ലോ കിലോമീറ്റർ വണ്ടിയാണോ? അതെ. അടുത്തത് ഫോർഡിന്റെ ആസ്പയർ നമുക്ക് 2015 മോഡലാണ്. 96,000 കിലോമീറ്റർ ഓടിക്കുന്നത്. പെട്രോൾ ആണോ ഡീസൽ? പെട്രോൾ. ആസ്റ്റൺ മാർട്ടിൻ ഗ്രില്ല് വരുന്നതിന്റെ തൊട്ട് മുന്നത്തെ ഷേപ്പ് ആണോ അത്, അല്ലെങ്കിൽ ഗ്രില്ല് ഒരു മാറ്റിയതാണോ? ഗ്രില്ല് ഇങ്ങനെ തന്നെയല്ലേ 15-16 വരുന്നത്? 16 മറ്റേ നീളങ്ങനെ ആസ്റ്റൺ മാർട്ടിൻ ഗ്രില്ല് വരുന്നുണ്ടോ? എന്തായാലും ചെറിയ പൈസ കൊടുത്തേക്കാം. 3,10,000 രൂപയ്ക്ക് 2015 മോഡൽ ആസ്പയർ. 15 ടൈറ്റാനിയം എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. അതെ. സിംഗിൾ ഓണർഷിപ്പ്, 96,000 കിലോമീറ്റർ ഓടിയിട്ട് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണത്. ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓക്കെ. എയർ ബാഗ്സ് വരുന്നുണ്ടോ, സ്റ്റിയറിംഗ് കൺട്രോൾസും, പിന്നെ ഇൻബിൽറ്റ് സെറ്റ്. ഏകദേശം 15-18 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടോ. ഇത് ശരിക്കും നമ്മൾ സാധാരണ ഫോർഡ് വണ്ടീനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്നേരം ഫോർഡിന് മെയിൻ്റനൻസ് കുറവാണ്. ഫോർഡൊക്കെ തിരിച്ചു വന്നില്ല. ഈ ഒരു വണ്ടി കൂടുതൽ ടാക്സിയിൽ കാണാൻ വേണ്ടി പറ്റും. മറ്റു പണി കിട്ടുന്ന ഫോർഡാണെങ്കിൽ ആൾക്കാർ ഇത് ഒരിക്കലും ടാക്സി എടുക്കില്ല. മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അടുത്ത 2020 മോഡലാണ് ജാസ് ഓട്ടോമാറ്റിക്. 2020 മോഡൽ ജാസ് ഓട്ടോമാറ്റിക് 36,000 കിലോമീറ്റർ ഓടിയാണ്. CVT ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് എൻഡ്. സൺറൂഫ് എല്ലാം ഫുൾ ഓപ്ഷൻ. അതെ. എല്ലോയ്സ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC, സൺറൂഫ് ഉൾപ്പെടെ വരുന്നുണ്ടാവും. പാഡൽ ഷിഫ്റ്റ് വരുന്നേ. ഓക്കെ. ഇത്ര കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഇത്? 36,000. അതെ. 36,000 കിലോമീറ്റർ 2020 ജാസ്. റേറ്റ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 8,40,000 രൂപ കൊടുക്കാം. 8,40,000 KL78 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. 2 വർഷം വാറന്റിയോട് കൂടി 8,40,000 രൂപ. ഓക്കെ. അടുത്ത നമുക്ക് 2014 മോഡൽ 43,000 കിലോമീറ്റർ ഡിസയർ VX സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. പെട്രോൾ ആണ്. അതെ. സ്വിഫ്റ്റ് പ്രാവശ്യം ഡീസൽ കമ്മിയാണല്ലോ, മൊത്തം പെട്രോൾ. സ്വിഫ്റ്റ് ഡീസലൊക്കെ വരുവോ അപ്പൊ തന്നെ പോണേല്ലേ. ഡീസൽ വണ്ടി വരുന്നപ്പോ അപ്പൊ തന്നെ ഒരുപാട് ആൾക്കാർ. അതെ അതെ. കിട്ടാനില്ല ഏത് വണ്ടി ഡീസലും. സ്വിഫ്റ്റ് എന്നല്ല, എല്ലാ ഡീസൽ വണ്ടിക്കും കസ്റ്റമർ ഉണ്ട്. റെഡിയിൽ വരുമ്പോ തന്നെ അവിടെ പ്രീ ബുക്കിംഗ് ഉണ്ടാവും, വിളിച്ചുകൊണ്ടുപോകും. ഇത് 14 മോഡലാണ്. ഡിസയർ VX ആണ്. 43,000 കിലോമീറ്റർ ക്വാളിറ്റി വണ്ടി. 4,30,000 രൂപ കൊടുക്കാം നമുക്ക്. വേറെ റീപ്ലേസ് ഒന്നുമില്ല. ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടോ? ലോണൊക്കെ നമുക്ക് ഒരു മാക്സിമം 4 ലക്ഷം ആക്കി കൊടുക്കാം. പിന്നെ ജാസ് നമ്മൾ ലോൺ പറഞ്ഞിട്ടില്ല. ജാസൊക്കെ ഫുൾ ലോൺ. അടുത്ത ഹോണ്ട സിറ്റി 2015 മോഡൽ ഹോണ്ട സിറ്റി സിംഗിൾ ഓണർ 90,000 കിലോമീറ്റർ ഓടിക്കണം. V ആണോ VX ആണോ? VX അല്ല, V ആണ്. V ആണ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഡീസൽ. V എന്നുള്ള വേരിയന്റ് ആണ്. അതെ. ഏകദേശം MIസിന്റെ സെയിം എഞ്ചിൻ വരുന്നതിനെ കൊണ്ട് 20 പുറത്ത് മൈലേജ് കിട്ടുന്ന 24 വരെ യൂസർ ഫീ 6,30,000 രൂപ കൊടുത്തേക്കാം. ഡ്യുവൽ ബാഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ എല്ലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബാക്ക് സെൻസേഴ്സ് ഉൾപ്പെടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC വരുന്നുണ്ടാവും. കമ്പനി സർവീസ് എല്ലാം പക്കിയാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓക്കെ. റേറ്റ് പറഞ്ഞാൽ 6,30,000 രൂപയ്ക്ക് മാക്സിമം ലോൺ. ഓക്കെ. അടുത്ത നമുക്ക് 2019 മോഡൽ 42,000 കിലോമീറ്റർ ഓടിക്കുന്ന ബലേനോ. ഇത് ആൽഫയിൽ എല്ലോയ്സ് മാറുന്നുണ്ട് അല്ലേ ഇതിലേക്ക്? അതെ. 19 മോഡലാണ്. ആൽഫ സിംഗിൾ ഓണർ KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ. 2 വർഷം വാറന്റിയോട് കൂടി നമുക്ക് 6,60,000. ഫേസ് ലിഫ്റ്റ് വരുന്ന ബലേനോ അല്ലേ? ഗ്രില്ല് വ്യത്യാസം. അതെ, ഗ്രില്ല് വ്യത്യാസം. ഇതെല്ലാം 2 വർഷം വാറന്റി. പുതിയ വണ്ടി എടുക്കുന്ന എഞ്ചിൻ, ഗിയർ ബോക്സ്, AC കംപ്രസർ, കണ്ടൻസർ, സസ്പെൻഷൻ വാറന്റിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അതായത് തേയ്മാനം നടക്കുന്ന സാധനങ്ങൾ ഒഴികെയുള്ള എല്ലാ പാർട്സിലും ക്ലച്ച്, ബ്രേക്ക്, ടയർ, ഓയിൽ അങ്ങനത്തെ സാധനങ്ങൾ ഒഴികെ 2 വർഷം മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിന്റെ ഓൾ ഓവർ ഇന്ത്യ വാറന്റി. ഇതിന് റേറ്റ് പറഞ്ഞിട്ടുണ്ട് 6,60,000 രൂപക്ക് 2 വർഷം വാറന്റിയോട് കൂടി മാക്സിമം ലോൺ 6 ലക്ഷം 6.5 ലക്ഷം ലോൺ ആക്കി കൊടുക്കാം. അടുത്തത് 2014 സ്വിഫ്റ്റ്. അടുത്ത 2014 മോഡൽ സ്വിഫ്റ്റ് 61,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 4,15,000 രൂപയ്ക്ക് മാക്സിമം ലോൺ. ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, ഹൈ ക്വാളിറ്റി വണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത നമുക്ക് 2013 മോഡൽ സ്വിഫ്റ്റ് 72,000 കിലോമീറ്റർ ഓടിക്കുന്ന സ്വിഫ്റ്റ് VX. പെട്രോൾ ആണ്. VX എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആണ്. അതെ. കിലോമീറ്റർ 72,000 പറഞ്ഞിട്ടുണ്ട്. ഓണർഷിപ്പ് ഒക്കെ എത്ര ഉണ്ടാവും?
ഓണർഷിപ്പ് ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ്. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? 3,40,000 കൊടുക്കാം. 3,40,000 ലോണൊക്കെ എത്ര പറയുന്നത്? മാക്സിമം ലോൺ. ഓക്കെ. വേറെ റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ചെറിയ ചെറിയ സ്ക്രാച്ചസ്, ഈ കാണുന്ന സ്ക്രാച്ചസ്. ഓക്കെ, ഒന്ന് വൃത്തിയാക്കാനല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് ഹാപ്പിയാണ്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാറണ്ടി കിട്ടുന്ന, ഫുൾ ലോൺ കിട്ടുന്ന അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ കാണിച്ചിട്ടുള്ള വണ്ടികളുടെ വാറണ്ടി കാര്യങ്ങളൊക്കെ തന്നെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഒരു കോൺടാക്ട് നമ്പർ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും കൊടുക്കുന്നുണ്ടാവും. മറ്റൊരു വീഡിയോ കാണാൻ വരെ അബി സൈനിങ് ഓഫ്. അഡിയോസ്.